ഹായ് ഹലോ വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോണ്ടംപററി ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 4 പാർട്ട് 2 ആണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂർ തിയറിയാണ്. അതിനു മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കുക, ക്യൂർ തിയറി. ക്യൂർ എന്ന് പറയുന്ന വേർഡ് പണ്ടൊരിക്കൽ ട്രഡീഷണൽ ജെൻഡർ അല്ലെങ്കിൽ സെക്ഷൽ നോംസ് ഫോളോ ചെയ്യാത്ത ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത് LGBTQ+ ആളുകൾ അവർ പോസിറ്റീവായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് ഒരു സ്പെസിഫിക് ലേബൽ വേണ്ട എന്നതിന് വേണ്ടിയിട്ടാണ്. ക്യൂർ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേമാണ്. ഇതിൽ എല്ലാ കൈൻഡ്സ് ഓഫ് സെക്ഷൽ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ട്രഡീഷണൽ ജെൻഡറും സെക്ഷുവാലിറ്റിയും ഡിഫൈൻ ചെയ്യുന്ന ബൗണ്ടറീസിൻ്റെ പുറത്തുള്ള എല്ലാ ആളുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ്. ഗേ, അതുപോലെ ലെസ്ബിയൻ സ്റ്റഡീസ്, ക്യൂർ തിയറിയൊക്കെ 1917 1918 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അക്കാദമിക് മൂവ്മെൻറ്റ്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്യൂർ തിയറി ഗേ ആൻഡ് ലെസ്ബിയൻ സ്റ്റഡീസിൽ നിന്ന് തന്നെ നാച്ചുറലി ഗ്രൂ ചെയ്തു. അതുപോലെ ട്രഡീഷണൽ നോംസിന് പുറത്തുള്ള എല്ലാ ഐഡൻറ്റിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ ഇത് 2 ഫിക്സ്ഡ് ജെൻഡേഴ്സ് മാത്രം ഉണ്ട് എന്നുള്ള ഐഡിയയും ഹെട്രോസെക്ഷുവാലിറ്റി തന്നെയാണ് നോർമൽ എന്നുള്ള ഒരു ബിലീഫും ചാലഞ്ച് ചെയ്തു. ക്യൂർ എന്ന് പറയുന്ന വേർഡ് ലിറ്ററലി ഓഡ് അല്ലെങ്കിൽ സ്ട്രേഞ്ച് എന്നാണ് മീനിങ് വരുന്നത്. പക്ഷെ തിയറിസ്റ്റുകൾ അതിനെ പ്രൈഡ് എന്നുള്ള ഒരു മീനിങ് ആക്കി മാറ്റി. ക്യൂർ തിയറി എന്നത് സെക്ഷുവാലിറ്റിയും ജെൻഡറും എന്നിവയുടെ ട്രഡീഷണൽ ബൗണ്ടറീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇതിൽ പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ഡീവിയൻ്റ് എന്ന് പറയാൻ ആർക്കും റൈറ്റ് ഇല്ല എന്നതാണ്. സെക്ഷുവാലിറ്റി ഫിക്സഡ് അല്ല, അത് ബയോളജി അല്ലെങ്കിൽ നേച്ചർ കൊണ്ടല്ല ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. എല്ലാവരും ജെൻഡറും ഡിസയറും ഡിഫറൻറ്റും ഫ്ലൂയിഡുമായി എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ജുഡിത്ത് ബട്ട്ലർ, സെക്കൻഡ് വൺ ഈവ് കൊസോവ്സ്കി സെഡ്വിക്, അതുപോലെ ജൊനാഥൻ ഡോളിമോർ, അലൻ സിൻഫീൽഡ്. ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. ഇനി താഴെ ജുഡിത്ത് ബട്ട്ലേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജുഡിത്ത് ബട്ട്ലർ ഒരു അമേരിക്കൻ തിയറിസ്റ്റും ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ ക്യൂർ തിയറിയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടർ കൂടെയാണ് ജുഡിത്ത് ബട്ട്ലർ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് ദ സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഇൻ 1919, അതുപോലെ ബോഡീസ് ദാറ്റ് മാറ്റർ ഓൺ ദ ഡിസ്കർസീവ് ലിമിറ്റ്സ് ഓഫ് സെക്സ് ഇൻ 1993. അദ്ദേഹത്തിൻ്റെ കുറച്ച് കീ ഐഡിയാസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും ബയോളജിക്കൽ അല്ല, അത് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അതുപോലെ സൊസൈറ്റി ഹെട്രോസെക്ഷുവാലിറ്റിയെ നോമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്യൂർ ഐഡൻറ്റിറ്റീസ് ഡീവിയൻ്റ് അല്ലെങ്കിൽ അബ്നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ ലാംഗ്വേജും പെർഫോമൻസുമാണ് ജെൻഡർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു എന്നത് ഷേപ്പ് ചെയ്യുന്നത്. ഇതിനെ ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് LGBTQ+ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. LGBTQ+ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ ഇതിൻ്റെയൊക്കെ ഒരു അബ്രിവിയേഷനാണ് LGBTQ+ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് ഐഡൻറ്റിറ്റീസിനെ ബിയോണ്ടുള്ള മറ്റുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻസും ജെൻഡർ ഐഡൻറ്റിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നായിട്ടുള്ള ബ്രീഫ് ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഒരു വുമൺ മറ്റൊരു വുമണുമായിട്ട് ഇമോഷണലി അല്ലെങ്കിൽ റൊമാൻറ്റിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്ക്, ഗേ എന്ന് പറയുന്നത് മെന്നിനോട് അട്രാക്ഷൻ ഉണ്ടാവുക, അതായത് ഫിസിക്കലി, റൊമാൻറ്റിക്കലി, ഇമോഷണലി മെന്നിനോട് തന്നെ അട്രാക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് ഗേ എന്ന് പറയുന്നത്. ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ വുമണിനോട് തോന്നുന്ന അട്രാക്ഷൻ, മനസ്സിലായോ? ഇനി തേർഡ് വണ്ണാണ് ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണിന് ഒന്നിൽ കൂടുതൽ ആളുകളോട് അട്രാക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുക, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കുക, ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി അയാളുടെ ബർത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള സെക്സിൽ നിന്നും ഡിഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ക്യൂർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതൊരു ട്രഡീഷണൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സിസ് ജെൻഡർ കാറ്റഗറീസിൽ ഫിറ്റ് അല്ലാത്ത സെക്ഷൽ അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റീസിനെ കവർ ചെയ്യുന്ന ബ്രോഡ് അംബ്രല്ല ടേമാണ് ക്യൂർ എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിൽ ഇൻസൾട്ടായി യൂസ് ചെയ്തിരുന്നു, പക്ഷേ കമ്മ്യൂണിറ്റിയിൽ ഇതിനെ റീക്ലെയിം ചെയ്ത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി താഴെ നോക്ക്, വൈ ദ ടേം മാറ്റേഴ്സ്. ഇതിൽ പറയുന്നത് LGBTQ+ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഡോമിനൻ്റ് നോംസിനെ ഡിഫർ ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസ്, അതായത് ഡിസ്ക്രിമിനേഷൻ, ഇൻവിസിബിലിറ്റി, സ്റ്റിഗ്മ പോലെയുള്ള സോഷ്യൽ ഇഷ്യൂസ് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് സോളിഡാരിറ്റി, ആക്ടിവിസം, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, റെപ്രസെൻറ്റേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെയർഡ് ഐഡൻറ്റിറ്റി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റൊരു പോയിൻ്റാണ് ഇൻക്ലൂസിവിറ്റി. അതായത് പ്ലസ് എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്യുന്നത് ഇയർലിയർ ആക്രോണിമിൽ എക്സ്ക്ലൂഡ് അല്ലെങ്കിൽ ഓവർലുക്ക് ചെയ്ത ഐഡൻറ്റിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കമ്മ്യൂണിറ്റിയിലെ ഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ക്യൂർ തിയറി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.